സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ നെത്തോലി മീൻ വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാകും. നെത്തോലി മീൻ നല്ല കൊടുവ മീൻ എന്നൊക്കെ നമ്മൾ തൃശ്ശൂർ പറയാം കേട്ടോ. എന്നാലും കൂടുതൽ എല്ലാവർക്കും പരിചയം നെത്തോലി മീൻ എന്നൊക്കെ ആയിരിക്കും. അപ്പൊ നെത്തോലി മീൻ നമുക്ക് നമ്മുടെ മത്സ്യ ഫിഷറീസിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. മത്സ്യ ഫിഷറീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരുള്ള സ്ഥാപനമാണ്. മത്സ്യം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് നമ്മുടെ വീടുകളിൽ എത്തിച്ചു തരുന്നതിന് പ്രത്യേകിച്ച് ഡെലിവറി ചാർജസ് ഒന്നുമില്ല. അപ്പൊ അവരുടെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഫോൺ നമ്പറും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെത്തോലി മീൻ കിട്ടിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാവരും ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഇഷ്ടം എല്ലാവർക്കും ഫ്രൈ ചെയ്തിട്ട്. അപ്പൊ ഇവിടെ ഇഷ്ടം കൂടുതൽ ഇരുമ്പമ്പുളി ഇട്ടിട്ട് നമ്മൾ ഒരിക്കൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇരുമ്പമ്പുളി ഇട്ടിട്ടുള്ള വെപ്പ്, അതുപോലെ മാങ്ങിയിട്ടിട്ടുള്ള കറി. പിള്ളേർക്ക് ഇഷ്ടം വെച്ചാൽ ഫ്രൈ തന്നെയാണ്. അപ്പൊ നമ്മള് ഫ്രൈ ഉണ്ടാക്കുമ്പോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്റ്റൈലില് ഫ്രൈ ഉണ്ടാക്കിയത്. അപ്പൊ ഈ ഒരു സ്പെഷ്യൽ മീൻ ഫ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ മിക്കവാറും ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടാവില്ല. ഒരു 5 സ്റ്റാർ ഹോട്ടൽ സ്റ്റൈലിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫ്രൈ ആണ്. അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനായി കാണാം. നല്ല ടേസ്റ്റ് ആണ്. മിക്കവാറും എപ്പോഴും എല്ലാ സമയത്തും എല്ലാവർക്കും ഈസി ആയിട്ട് മേടിക്കാൻ പറ്റുന്ന അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫിഷാണ് നമ്മുടെ കൊഴുവ. അപ്പൊ ഇത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നിങ്ങൾ എന്തായാലും പ്രിപ്പയർ ചെയ്ത് നോക്കാം. വീഡിയോ മുഴുവനായി കാണാം. വീഡിയോ വേണ്ടി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാം. നമ്മുടെ മീൻ റെസിപ്പീസ് ഒക്കെ എല്ലാം പോയി കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പൊ നമ്മൾ 1 കിലോ കൊഴുവ മീൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഡിഷ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇതിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാലേ മുളക് പൊടി വേണം. അളവുകൾ നമ്മൾ ഇടുന്ന സമയത്ത് പറയാം. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത് ഉലുവപ്പൊടി കേട്ടോ, ഒരു 2 നുള്ളു ഉലുവപ്പൊടി. പിന്നെ നമുക്ക് കായം പൊടി വേണം, അരിപ്പൊടി വേണം, കുറച്ച് മൈദയ്ക്ക് വേറൊരു ഓപ്ഷൻ ഉള്ളത് മുട്ടയാണ്. മൈദ അല്ലെങ്കിൽ മുട്ട എടുക്കാം. ഞാൻ മൈദ എടുത്തു വെച്ചേക്കണേ. കുറച്ച് കറിവേപ്പില, ഉള്ളി, ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി ഞാൻ തൊലി കളയാണ്ട് എടുത്ത് വെച്ചേക്കണം കേട്ടോ. തൊലി കളയാണ്ട് വേണം നമുക്ക്. പിന്നെ അതുമാതിരി ഒരു 6-7 പച്ചമുളക്. പിന്നെ ഉപ്പ് വേണം. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കും. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എന്റെ വെളിച്ചെണ്ണ കഴിഞ്ഞിരിക്കുക. അപ്പൊ ഞാൻ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടാണെങ്കിൽ അവിടെ ഏതായാലും നല്ല ടേസ്റ്റ് ആണ്. പിന്നെ സ്പെഷ്യൽ പപ്പടം. പിന്നെ വേറൊരു സംഭവം എന്ന് പറയുന്നത് കൊണ്ടാട്ടമുളക്. അപ്പൊ ഈ കൊണ്ടാട്ടമുളക് എനിക്ക് കിട്ടിയത് ഇങ്ങനെ നീളത്തിലുള്ള കൊണ്ടാട്ടമുളകാണ്. തിങ്കൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ്. ഞാൻ വീട്ടിലധികം ഉണ്ടാക്കാറില്ല കേട്ടോ. കൊണ്ടാട്ടമുളക് ഉണ്ടാക്കാൻ പ്രിപ്പയർ ചെയ്യാറില്ല മാത്രം. ഉണ്ട പോലത്തെ കൊണ്ടാട്ടമുളക് ഉണ്ടെങ്കിൽ അതും സൂപ്പറാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ മുൻപും കാണിച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ വൃത്തിയായിട്ട് കഴുകിക്കുന്നു. ഞാനിതൊരു 3-4 പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയതാ. എന്നാലും ഞാൻ പറയാം എനിക്ക് വൃത്തിയായിട്ട് തോന്നില്ല. അത് പിന്നെയും എങ്ങനെ കഴുകും എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് കല്ലുപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. കല്ലുപ്പ് ഇട്ടിട്ട് ഈ മൺചട്ടിയിൽ ഇട്ടിട്ട് ഒന്ന് നമ്മള് കഴുകിക്കാൻ പോണ്. ഇനി ഇതിൽ ഇതേപോലെ ഇങ്ങോട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇത് കഴുകിയിരിക്കുമ്പോൾ കണ്ട ഈ അഴുക്ക് വരണുണ്ട്. ഞാൻ 3-4 പ്രാവശ്യം കഴുകിയതാണ്. ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി നമ്മൾ കഴുകിയിരിക്കണം കേട്ടോ. വെള്ളം നന്നായി കളഞ്ഞ് നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. അപ്പൊ കൊഴുവ മീനും ഇരുമ്പമ്പൊടിയും കൂടിയിട്ടുള്ള റെസിപ്പി ഈ അടുത്ത് തന്നെയാണ് നമ്മള് ഒരുക്കി ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നാടൻ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ തൃശ്ശൂർക്കാരെ ഉണ്ടാക്കാറുള്ള ഒരു കറിയാണ്. ഇപ്പോഴാണെങ്കിൽ ഇരുമ്പമ്പുളി ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു സമയമാണ്. ഇരുമ്പമ്പുളിയുടെ വേറൊരു റെസിപ്പിയും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഒരു അടിപൊളി റെസിപ്പി വരുന്നുണ്ട് പിന്നാലെ. അപ്പൊ നമ്മൾ ഒരുവിധം അവിടെ നല്ല ക്ലീൻ ആയിട്ട് കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഇങ്ങനത്തെ എന്താ പറയാ ഈ തൊലിയൊക്കെ കളയാൻ നിന്ന് കഴിഞ്ഞാൽ മീൻ ബാക്കി ഉണ്ടാവില്ല. അപ്പൊ ഒരുവിധം നന്നായിട്ട് കഴുകി ഇങ്ങനെ വെക്കാം. ഇനി ഇതിലേക്ക് നമുക്കുള്ള കൂട്ടുകളാണ്. അതിലേക്ക് വേണ്ടിയിട്ട് നമ്മള് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി,
കുറച്ച് ഉലുവപ്പൊടി ഇതിൽ മിക്സ് ആയിട്ടാണ് ഞാൻ സ്പൂണിൽ അടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിങ്ങനെ ഇടാൻ നിന്നപ്പോ അപ്പൊ 2 നുള്ള് ഉലുവപ്പൊടി മതി. മുളക് പൊടി ഇതിലേക്കിടാം. കുരുമുളക് പൊടി 1 ടീസ്പൂണാണ് കേട്ടോ. മുളക് പൊടി വേണമെങ്കിൽ കുറച്ച് കൂടുതലൊക്കെ ഇടാം കേട്ടോ, നല്ല ഒരു എരിവൊക്കെ കിട്ടണമെങ്കിൽ. ഇപ്പൊ ഇത് ഒരുവിധം എരിവുണ്ടാവും. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടി ഒരു 3 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇടുന്നതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിങ്ങനെ ഫ്രൈ ചെയ്ത് വരുമ്പോ ഒരു ക്രിസ്പിനെസ് കിട്ടും. പിന്നെ മൈദ ഇടുന്നതിന്റെ കാരണം മൈദ 1 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചേക്കുന്നത്. മൈദ അല്ലെങ്കിൽ ഒരു മുട്ട ഉപയോഗിക്കാം. മൈദയൊക്കെ ഇടുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടിപ്പിടുത്തം കിട്ടും. അതായത് ഇങ്ങനെ എന്താ പറയാ, മാവ് അതിനധികം പോവാണ്ടിരിക്കും. ഇങ്ങനെ നമ്മള് മിക്സ് ചെയ്ത് ഇടും. അതായത് അതിന്റെ മാരിനേറ്റ് ചെയ്ത സംഭവം അധികം പോവില്ല. പിന്നെ നമ്മള് കായപ്പൊടി അത് ഒരു 2 നുള്ള്, ഇതിന് കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ ആവശ്യത്തിന് സോൾട്ട്. കൊണ്ടാട്ടമുളകിലും പപ്പടത്തിലും സോൾട്ട് ഉള്ളത് കൊണ്ട് ഒരുപാട് അങ്ങോട്ട് സോൾട്ട് ഇടണ്ട. നമ്മൾ ഇതിന്റെ കൂടെ തന്നെയാണ് ഇത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതില് കറിവേപ്പില നമുക്ക് ഇപ്പൊ തന്നെ ഇട്ട് കൊടുക്കാം. ഉള്ളി അതുപോലെ ഇഞ്ചി പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കണം. വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കണം. അത് തൊലിയോടുകൂടി തന്നെ ചതയ്ക്കണം. ചെറുനാരങ്ങ നീര് പിഴിയണം. അപ്പൊ ഈ ഉള്ളിക്ക് പകരം സവാള ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ ചെറിയ ഉള്ളി തന്നെ ഒരു 5-10 ചെറുള്ളിയൊക്കെ എടുക്കാം. കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. ഇനി വെളുത്തുള്ളി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. അമ്മിയിലൂടെ അമ്മിയുമ ചതച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടില്ല. അപ്പൊ ഇതിന് വേണമെങ്കിൽ നമുക്ക് കൊഴുവക്കൊണ്ടാട്ടം അല്ലെങ്കിൽ നെത്തോലിക്കൊണ്ടാട്ടം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പേര് വിളിക്കാം. ഇനി നമുക്ക് ചെറുനാരങ്ങ നീര്. ചെറുനാരങ്ങ നീര് ഇല്ലെങ്കിൽ വിനീഗർ വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ചെറുനാരങ്ങ നീരാണ് കൂടുതൽ എനിക്ക് ഈ ഫിഷൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോ, ഇങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോ കൂടുതൽ ഇഷ്ടം കേട്ടോ. ഇനി ഇതൊന്ന് നമ്മള് മിക്സ് ചെയ്ത് വെക്കാൻ പോവാണ്. ഇത് മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വേണമെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് അങ്ങനെയും ഉണ്ടാക്കാം. അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പൊ നമ്മള് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ, ഒരു 5 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. അതിന് മുമ്പ് നമുക്ക് കുറച്ച് പണികൾ കൂടി ഉണ്ട്. ഇനി നമ്മുടെ ഈ പപ്പടം ഉണ്ടല്ലേ, പപ്പടത്തിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാൻ പോവാ ഞാന്. നീളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതിനെ കണ്ട് വെട്ടിയിട്ട് ആ ഒരു നീളം മതി കേട്ടോ. കനം കുറച്ച് അരിഞ്ഞ ഇതെങ്ങനെ എടുക്കാട്ടോ. ഇങ്ങനെ നീളത്തിൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എണ്ണ നമുക്ക് കുറച്ച് ചൂടാക്കാം. ഇപ്പൊ നമ്മള് അടുപ്പ് കത്തിച്ച് അതിലേക്ക് ഓയില് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ടാ നമ്മൾ ഈ പപ്പടം ഒന്ന് ഇട്ട് പെട്ടെന്നൊന്ന് വറുത്തെടുക്കാം. കൊണ്ടാട്ടം
ഇതിലേക്ക് നമ്മുടെ ഫിഷ് ഇട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ പോട്ടെ. അപ്പൊ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഇട്ട വഴിക്ക് ഇറക്കാൻ പാടില്ല. ഇട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ മാത്രം തിരിച്ചില്ല. അപ്പൊ അതിന്റെ മസാലകളൊക്കെ അധികം ഇളകാണ്ട് അതിലിങ്ങനെ കിടക്കും. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക്. നല്ല ക്രിസ്പി ആയിട്ട് വേണം നമുക്ക് വറുത്ത് പോകാൻ. അപ്പൊ ഇത് ഫ്രൈ ആയിട്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഒരു ബൗളിലേക്ക് കോരി മാറ്റാം. നല്ല മണം കേട്ടോ. വേപ്പലയും ഈ മസാലകൾ നമ്മൾ അതില് ആഡ് ചെയ്തില്ലേ, നമ്മുടെ വെളുത്തുള്ളി അതൊക്കെ മുരിഞ്ഞ് വരുമ്പോ ഒരു പ്രത്യേക ഒരു സ്മെല്ലല്ലേ. അപ്പൊ അതേപോലെ തന്നെ ബാക്കിയുള്ള ഫിഷ് ഒക്കെ നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പൊ നമ്മുടെ മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ സൗണ്ട് ആണ്. നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് ഇതിന്റെ പ്രിപ്പറേഷൻ. നമ്മുടെ പപ്പടം വറുത്തത് ഇതിലിടാം. നമ്മുടെ കൊണ്ടാട്ട മുളക് എന്നിട്ട് ഒരു മിക്സ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഇത് കഴിക്കണത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇത് കണ്ടപ്പോ നമ്മുടെ പ്രിൻസേട്ടൻ പറയണം ഇത് കണ്ടപ്പോ വേറെ എന്തൊക്കെയോ തോന്നാന്ന്. അപ്പൊ എനിക്കും തോന്നി. ഇനിയിപ്പോ പ്രിൻസേട്ടന് തോന്നിയ നിലയ്ക്ക് നമുക്ക് നമ്മുടെ ഗ്രേപ്പ് വൈൻ ഇരിക്കുന്നത് ഒന്ന് ഇതിന്റെ കൂടെ ഒന്ന് കഴിച്ചാൽ ഇതെങ്ങനെ കഴിക്കാന്ന് വെച്ചാല് ഈ കൊണ്ടാട്ടം നമ്മളത് ഇങ്ങനെ ഒന്നിങ്ങനെ പൊട്ടിക്കണം. ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇടുന്നതാണ്. അതിന്റെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ്. അപ്പൊ ആ ഒരു ടേസ്റ്റ് കൂടി കിട്ടും. പൊട്ടിച്ചിടാം. കഴിക്കാൻ നേരത്തെ പൊട്ടിച്ചാലും മതി കേട്ടോ. ഞാൻ ഇപ്പൊ എന്നാലും കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്നത്. ഇനി പപ്പടവും ഈ കൊണ്ടാട്ടം മതിന്റെ ആ ഒരു സംഭവം കൂടിയിട്ട് അങ്ങനെ കഴിക്കാം. ടേസ്റ്റാണ്. ശരിക്കും ഇതിന് പറ്റിയതാ. അപ്പൊ എന്തായാലും ഇതേപോലെ അല്ലാണ്ടും കഴിക്കാൻ കേട്ടോ. സ്നാക്ക് ആക്കിയെന്ന് വെച്ചാൽ ഞാനിവിടെ മീൻ ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചപ്പോ പിള്ളേര് 3-4 പ്രാവശ്യം ഇതേപോലെ വന്ന് ഇങ്ങനെ ഞാനും തിന്നു. കുറെ മീൻ ഇങ്ങനെ ഫ്രൈ ചെയ്ത് തിന്നുകൊണ്ടിരുന്നു. നല്ല ടേസ്റ്റാ. വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ്. ഇതേപോലെ പ്രിപ്പയർ ചെയ്ത് നോക്കാം. അപ്പൊ അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.